നമുക്ക് ഈ ഒരു വേദിയിലേക്ക് കിട്ടിയില്ല. സാർ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഫുൾ ടൈമിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. അപ്പം നമ്മളെ ഗ്രേറ്റ് ലീഡർ ലിബി സാറെ ഞാൻ ഹാർദമായിട്ട് നമ്മളൊരു വേദിയിലേക്ക് ക്ഷണിക്കാണ്. പ്ലീസ് സാർ. താങ്ക് യു ആജു സാർ, ജി സാർ, ബൈജു സാം സാർ, എല്ലാ ലീഡേഴ്സിനും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. ജി സാറെ കേൾക്കുന്നില്ലേ? ഓക്കെ. നമ്മുടെ ഏറ്റവും നല്ല പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ കുമാരസാറ് രാവിലത്തെ കുമാരസാറ് സെക്ഷൻ ശരിക്കും വളരെ നല്ലൊരു സെക്ഷനായിരുന്നു. പണ്ടെന്നോ കഴിഞ്ഞു പോയ ശരിക്കും കുട്ടിക്കാലത്തൊക്കെ റേഡിയോ കേൾക്കുമ്പോൾ രാവിലത്തെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്. ഒരു 10-15 ഒരു 20 വർഷമൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ അതേപോലെ ഒരു ഫീലിംഗ്, നല്ലൊരു മോട്ടിവേഷൻ. കുമാരസാറെ അടിപൊളി. ശരിക്കും കൺക്ലൂഡിങ് കഴിഞ്ഞ പോലെ ഉണ്ട് കുമാരസാറെ സംസാരം കേട്ടപ്പോൾ. ശരിക്കും പിന്നെ ഏറ്റവും നല്ല പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോ എല്ലാം ചിന്തിക്കും, ഇത്രയും നല്ല പ്രോഡക്ട്സ്, ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടി, ഇത്രയും അടിപൊളി പ്രോഡക്ട്സ് ശരിക്കും മൈലേഷ്യ എന്ന കമ്പനിയിൽ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് സ്റ്റൈലിലാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇത്രയും നല്ല പ്രോഡക്ട്സ് ശരിക്കും ഇന്ത്യയിൽ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സാധാരണ ജനങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്ന രീതിയിലും അത് ശരിക്കും സപ്ലൈ ചെയ്തുകൂടെ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റൈല് മൈലേഷ്യ എന്നുള്ള കമ്പനി കൂടെ അത് വിറ്റഴിക്കുന്നത്? ശരിക്കും ചിന്തിച്ചു നോക്കിയപ്പം കുറെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം വെറുതെ കിട്ടിയാൽ ഒന്നിനും ഒരു മൂല്യം ഉണ്ടാവില്ല. എല്ലാത്തിന്റെ പിന്നിലും ഒരു വേർപ്പ് പൊടിയണം. ശരിക്ക് എന്താ പറയാ, ഏറ്റവും നല്ല ഒരു പൂവ് ശരിക്കും താമരയാണ്. താമര, പിന്നെ റോസാ ചെടി, ഇതൊക്കെ താമര ശരിക്കും ചെളിയിലാണ് വിരിയുന്നത്. ഒരു ചെളിയിലാണ് താമര വിരിയുന്നത്. അതേപോലെ റോസാ ചെടി ശരിക്കും മുള്ളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് ഏറ്റവും നല്ല പ്രോഡക്റ്റാണ്. പക്ഷെ അത് വിറ്റഴിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശരിക്കും എഫേർട്ട് വേണം. ആ എഫേർട്ട് ശരിക്കും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിന്റെ ഒരു സ്റ്റൈലാണ് മാർക്കറ്റിംഗ്, നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് ദൈവത്തിന്റെ വരദാനാണ് ശരിക്കും നമ്മുടെ കമ്പനി. അപ്പൊ ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും അതിനോട് അടുത്ത് നമ്മൾ അത്ര എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഗുണം മറ്റുള്ളവർക്ക് എത്തിക്കാനും നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മളെ സ്വാധീനം ചെലുത്താനും കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ശരിക്കും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ശരിക്കും കുറെ പേര് വിജയിക്കുന്നുണ്ട്, കുറെ പേര് വിജയിക്കുന്നില്ല. ചിലർ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ആ എന്താണെന്ന് ശരിക്കും നമ്മൾ നോക്കാന്ന് വെച്ചാല് എന്താ പറയാ, ശക്തമായ ആഗ്രഹം ശരിക്കും വേണം. ജി സാറൊക്കെ എന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീത്ത പറയും, ഇതൊക്കെ ചെയ്യും, അനി സാറൊക്കെ പറയും. പക്ഷെ എല്ലാത്തിന്റെയും ഒരു ഇത് നമ്മൾ തന്നെയാണ്. ശരിക്കും ശബരിമലയിലൊക്കെ എഴുതി വെച്ച പോലെ തത്വമസി, നീ തന്നെ, ഞാൻ തന്നെ. ശരിക്കും നമ്മൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും ആ ആഗ്രഹം എങ്ങനെയാന്ന് വെച്ചാല്, പിന്നെ ഏതോ ഒരു ബെൽനിസാറെ വാക്കുകളാണോ ഏതോ ഒരു ട്രെയിനറെ വാക്കുകൾ കേട്ടതാണ്. ഒരു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഗുരുവിനോട് ചോദിക്കുക ഒരു കുട്ടി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറെ കാര്യങ്ങളുണ്ട്, മാർക്കറ്റിംഗ് അറിയാം, സാധനം പിന്നെ സെയിൽസ് അറിയാം, നല്ല ജോലി അറിയാം, ഒക്കെ അറിയാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നില്ല? അപ്പൊ പെട്ടെന്ന് തന്നെ കുട്ടീനെ ആ ഗുരു ഒരു ബക്കറ്റിലേക്ക് മുക്കി പിടിച്ച് ഏകദേശം 1 മിനിറ്റിനോടടുത്ത് അത്രയും നേരം കുട്ടി കൈകാലിട്ട് അടിക്കുകയും പിന്നെ കുട്ടീനെ തല ഉയർത്തി. കുട്ടി ശ്വാസം പിന്നെ ഇതായി പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്ത് ഒക്കെ ശരിയായപ്പോ കുട്ടീനോട് പറഞ്ഞു, ഈ വെള്ളത്തിനടിയിലായപ്പോ നീ എത്രമാത്രം ശരിക്കും വായു ആഗ്രഹിച്ചോ, എത്രമാത്രം. അന്നപ്പോ ശരിക്കും വേറൊരു ചിന്തയില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അവിടെ വേറെ ഒരു ഇതുമില്ല. വായു എങ്ങനെയെങ്കിലും ശ്വാസം കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അന്നപ്പോ ആ കുട്ടിക്ക് ഉള്ളായിരുന്നു. അത്ര ആഗ്രഹം ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തല്ലാതെ ശരിക്കും രക്ഷപ്പെടണം എന്ന് വായു ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ശരിക്കും നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് പൈസ കിട്ടും, നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും, ഓരോ റാങ്കിനനുസരിച്ച് ഓരോ വരുമാനങ്ങൾ കിട്ടും, വല്ലപ്പോഴും കുറച്ച് കയ്യടികൾ, എപ്പോഴെങ്കിലും കുറച്ച് റിവാർഡുകൾ, അതൊക്കെ കിട്ടി നമ്മളിങ്ങനെ പോകും. ചിലപ്പോൾ NTC-യും ഡയമണ്ടും ഒക്കെ നമ്മൾ ശരിക്കും 20-25 കൊല്ലം ഉണ്ടാവും. പക്ഷെ അതൊന്നും രക്ഷപ്പെടലല്ല. രക്ഷപ്പെടണമെങ്കിൽ അനിസാറൊക്കെ എപ്പോഴും പറയും പോലെ, ജി സാറ് പറയും പോലെ, ഈ പ്ലാനിൽ ഒരു മാജിക് ഉണ്ട്. ശരിക്കും ഈ പ്ലാൻ എന്താന്ന് ശരിക്കും സത്യത്തിൽ എനിക്കിപ്പം സത്യത്തിൽ അറിയില്ല. ഈ പ്ലാനിൽ എന്തൊക്കെയോ ഇന്നലെ സൽമാൻ സാറ് പറഞ്ഞ പോലെ ഒരു മാജിക് ഈ പ്ലാനിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു മാജിക് ശരിക്കും ഡയമണ്ടിന്റെ മുകളിലൊക്കെ എത്തിയ ലീഡേഴ്സിന് അത് മനസ്സിലാവും. ആ ഒരു മാജിക് ശരിക്കും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഉറക്കം ഉണ്ടാവില്ല.
ആ ഒരു മാജിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട്. ഒരിക്കലും എനിക്ക് കമ്പനിയിൽ വിശ്വാസം വേണമെന്ന്. പിന്നെ ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസം വേണം. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ പ്ലാനിൽ വിശ്വാസം വേണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ ഏറ്റവും വലിയത് എന്താ വെച്ചാല് ഒരു പാലിൽ നിന്ന് ശരിക്കും നമുക്ക് എന്തൊക്കെ കിട്ടും? തൈര് കിട്ടും, മോര് കിട്ടും, വെണ്ണ കിട്ടും, നെയ്യ് കിട്ടും. അങ്ങനെ പലതും ശരിക്ക് നമുക്കൊരു പാലിൽ നിന്ന് കിട്ടും. പക്ഷെ പാലിൽ നിന്ന് പെട്ടെന്ന് ഒരു നെയ്യ് എടുത്ത് തരാൻ കിട്ടുമോ? ഇല്ല. അത് പാല് തൈരാവും, തൈര് മോരാവും, മോര് നെയ്യാവും, അത് വെണ്ണയാവും. അങ്ങനെ പല ടൈപ്പില് ഇങ്ങനെ നമ്മൾ ഓരോ ഇതിനനുസരിച്ച് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് ശരിക്കൊരു ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ അറിയണമെങ്കിൽ നമ്മളെ തന്നെ സ്വയം പാകപ്പെടുത്തി ശരിക്കും മുന്നേറണം. അതിൽ ശരിക്കും ഉപദേശങ്ങൾ ശരിക്കും നമ്മൾ കുറെ കേൾക്കേണ്ടി വരും. ഈ ബെൽനി സാർ ആയാലും, ജി സാർ ആയാലും, ബൈജു സാം സാർ ആയാലും, പിന്നെ പ്രജീഷ് കാൽ സാർ ആയാലും, ഇനി മുബീൻ മുഹമ്മദ് സാർ ആയാലും, അവരൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ഇഷ്ടം. നമ്മൾ ശരിക്കും 9 മണി മുതൽ 5 മണി വരെയോ അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലോ നമ്മളൊക്കെ കേട്ടിരിക്കും. നമുക്ക് ഇഷ്ടമാണ് കേൾക്കാൻ ഒരു അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ലീഡേഴ്സ് ഒക്കെ നമ്മളെ ഒരു 10 മിനിറ്റ് മാറ്റി നിർത്തി ഉപദേശിക്കുന്നത് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ബെൽനി സാറെ ക്ലാസ് നമുക്ക് ഇഷ്ടമാണ്, 3 ഡേ ഇഷ്ടമാണ്, 1 ഡേ ഇഷ്ടമാണ്. പക്ഷെ ബെൽനി സാറ് നമ്മളെ പേഴ്സണലായി മാറ്റി നിർത്തി ഉപദേശിക്കുന്നതും അതും വ്യത്യാസമുണ്ട്. അത് ശരിക്ക് നമ്മൾ എല്ലാ ജീവിതത്തിലും അത് ശരിക്ക് അറിവുള്ളവരുടെ ഉപദേശം ശരിക്ക് കേൾക്കണം. അവിടെ നിന്ന് മുതലേ ശരിക്കും നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനായാലും ഇനി മറ്റുള്ള ആരായാലും ലീഡേഴ്സ് ആയാലും ശരിക്കും ബക്കറ്റ് കണക്കിന് ഉപദേശം കൊടുക്കും. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ബക്കറ്റ് കണക്കിന് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കും. മറ്റുള്ളവരുടെ കാര്യം, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ തിരിച്ച് നമ്മൾ ഒരു സ്പൂണിന്റെ അത്രേ നമ്മൾ തിരിച്ചിങ്ങോട്ട് സ്വീകരിക്കുള്ളൂ. അത്രയ്ക്ക് ശരിക്കും നമുക്ക് അറിവുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ നിൽക്കുക. ശരിക്കും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്ട്. ശരിക്കും പണ്ടൊക്കെ ശരിക്കും സ്കൂളിലും കോളേജിലും ഒക്കെ എക്സാമിന്റെ എഴുതിയതിന്റെ ശരിക്കുള്ള പിന്നെ ഒരു കാര്യം ഇപ്പോഴാണ് ശരിക്കും ഏകദേശമൊക്കെ മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, ഇനി 10 വരെ, അല്ലെങ്കിൽ +1, +2 ഓരോ എക്സാം എഴുതുമ്പോഴും ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാല് എങ്ങനെയെങ്കിലും പാസ്സാവണം. പാസ്സായാൽ അടുത്ത ക്ലാസ് പോവാം. ഇപ്പോഴാണ് ശരിക്കും ഓരോ എക്സാമിന്റെയും യഥാർത്ഥ കണ്ടന്റ് മനസ്സിലായത്. നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുകൂടി മനസ്സിലാക്കാനാണ് ഓരോ എക്സാം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോഴാണ് ശരിക്കും അത് മനസ്സിലാകുന്നത്. മറ്ററിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ, പേടി. ശരിക്കും ഓരോ എക്സാമിന്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാണ്. 10-ാം ക്ലാസ് ഒക്കെ എന്ത് സുഖാന്ന് ഇപ്പോഴാക്കി മനസ്സിലായത്. +2 ഒക്കെ എന്ത് സുഖാന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അതേപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ കയ്യിൽ കിട്ടിയ ഈ ഒരു അവസരത്തിന്റെ മഹത്വം അത് മനസ്സിലാവണമെങ്കിൽ ശരിക്കും നമ്മള് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഓരോ റാങ്കുകൾ നേരം പോകുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ ഓരോ നിമിഷവും ശരിക്കും വിലപ്പെട്ടതാണ്. കഴിഞ്ഞു പോയ നമുക്ക് തിരിച്ചു കിട്ടാത്ത 3 കാര്യങ്ങളേ ഉള്ളൂ. കഴിഞ്ഞു പോയ നിമിഷം, പറഞ്ഞു പോയ വാക്ക്, ഇതൊന്നും നമുക്ക് ശരിക്കും തിരിച്ചു കിട്ടില്ല. അപ്പൊ ഓരോ അപ്ഡേറ്റ് ആയി ചെയ്യണം. അതിന് ശരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാല് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ശരിക്കും എഴുന്നേൽക്കണം. ഇപ്പോഴും ഞാനൊന്നും അത് അങ്ങനെ ചെയ്യാറേ ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ഏതെങ്കിലും ട്രെയിനിങ് കേട്ടാലോ ഒക്കെ പിറ്റേന്ന് ചെയ്യും, അതിന്റെ പിറ്റേന്ന് ചെയ്യും. പക്ഷെ അതിന്റെ പിറ്റേന്ന് ആ ഫോളോ നിലനിർത്താൻ പറ്റില്ല. ശരിക്കും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന നമ്മളെല്ലാവരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ശരിക്കും എഴുന്നേൽക്കണം. അത് മസ്റ്റാണ്. നമ്മൾ മാറി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രഭാത കൃത്യങ്ങൾ, വ്യായാമങ്ങൾ, മെഡിറ്റേഷൻ, യോഗയൊക്കെ ശരിക്കും ഒരു 6 മണി 6:30 ആകുമ്പോഴേക്ക് അതൊക്കെ ശരിക്കും കഴിഞ്ഞിരിക്കണം. പിന്നെ വാക്ക് പാലിക്കണം. വാക്ക് കറക്റ്റ് ആണ്. ശരിക്കും നമ്മൾ ലീഡറോട് എന്തെങ്കിലും, ഇപ്പൊ എനിക്ക് പോലും വാക്ക് പാലിക്കാൻ പറ്റില്ല. ചില ടാർഗറ്റ്, ചില കാര്യങ്ങളൊന്നും ശരിക്കും നമ്മൾ പറഞ്ഞാലും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ പരമാവധി വാക്ക് പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ സമയം പാലിക്കണം. സമയം ഏറ്റവും മെയിൻ ഘടകമാണ്. നമ്മുടെ സമയത്തിന് ഒരു വിലയില്ല നമുക്ക് തോന്നുമ്പോഴാണ് ശരിക്കും പല ഫോളോ അപ്പുകളും പല ഫോൺ കോളുകളും ഒക്കെ വൈകുന്നത്. നമ്മുടെ സമയത്തിന് വില ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ പ്രോസ്പെക്റ്റിനെ ഫോളോ അപ്പ് ചെയ്യും. ഫോൺ വിളിക്കാൻ ശരിക്കും മടിക്കുന്നത് അത് ശരിക്കൊരു ഇതന്നെ. ഫോൺ വിളിന്റെ ഒരു ടെക്നിക്ക് തന്നെ ഉണ്ട്. ശരിക്കും ഒരു ദിവസം നമ്മൾ 1 മണിക്കൂറിൽ ശരിക്കും ഒരു 20 പേരെങ്കിലും ഫോൺ ചെയ്യണമെന്ന് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ്. പക്ഷെ നമ്മൾ 1 മണിക്കൂർ ചിലപ്പോൾ ഒരാളെ ഫോൺ ചെയ്യും, അയാൾ എടുത്തില്ലെങ്കിൽ ഒന്നുകൂടി വിളിക്കും, അതിൽ കഴിഞ്ഞ്. ശരിക്കും 20 പേരെങ്കിലും 1 മണിക്കൂറിൽ ഫോൺ ചെയ്യണം. ഈ ഇൻഷുറൻസ് കമ്പനികളിലും ചില ഫീൽഡിലൊക്കെ ഉണ്ട്
ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ലൈനിൽ ഒരു റൂം അവർക്ക് ഫോൺ ചെയ്യാനായിട്ട് മാത്രം. അവരുടെ ജോലി ഫോൺ ചെയ്യാന്നുള്ള, അതിനാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അതിൽ പ്രോസ്പെക്റ്റ് വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. അവര് ചിലപ്പോൾ നമ്പർ മനസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്കി കുത്തി വിളിക്കും. ഒരുപാട് ഡാറ്റ മറ്റുള്ളവരൊന്ന് സംഘടിപ്പിക്കും. അവര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും നമ്മളെ മുന്നിൽ സോഷ്യൽ മീഡിയ ഫോണുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ശരിക്കും നമ്മൾ ചെയ്യണം. പിന്നെ ഒരു സ്ഥലം വർക്കിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം, ഉദാഹരണത്തിന് രാമനാട്ടുകര അല്ലെങ്കിൽ പന്തരാങ്കാവ് അല്ലെങ്കിൽ കുന്നമംഗലം, ഏതെങ്കിലും ഒരു സ്ഥലം വർക്കിനായി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് വർക്കുകൾ പരമാവധി കൂട്ടാൻ ശ്രമിക്കണം. എനിക്കൊക്കെ ഇന്നലെ തന്നെ പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രാമനാട്ടുകര ഫറൂഖ് ഒരു വർക്കിന് പോയി. പക്ഷെ ഒരു ആളെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടം വരെ പോകുന്നത്. പക്ഷെ അവിടെ പോയിട്ട് അയാളെ കണ്ടില്ല. പക്ഷെ തിരിച്ചു വരുമ്പോ വേറെ ഒരു ഫ്രണ്ടിനെ കണ്ട് മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി പോന്നു. പക്ഷെ നമ്മളെ ഫറൂഖ് വരെ പോയ ടൈം അത് ശരിക്കും വേസ്റ്റ് ആണ്. ആ പോകുന്ന പോക്ക് ശരിക്കും ഒന്ന് നേരത്തെ ഇറങ്ങി, അനീസ് സാർ പറഞ്ഞ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് കണക്ട് ചെയ്ത് പോവാന്നൊക്കെ. പക്ഷെ നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ശരിക്കും ഒരു പോക്ക് ശരിക്കും പിന്നെ ഒരു 1-2 മണിക്കൂറാണെങ്കിലും ഒരു 4-5 പേരിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ ശരിക്കും അത്യാവശ്യം ലീഡേഴ്സായി വരുന്നവരെ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഫോൺ ചെയ്യണം. അല്ലെങ്കിൽ 3 പ്രാവശ്യം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ 3 പ്രാവശ്യം ഫോൺ ചെയ്യണം. പിന്നെ അതിൻ്റെ കുറച്ച് താഴെയുള്ള കുറച്ച് ലീഡേഴ്സിനെ 2 പ്രാവശ്യം വിളിക്കണം. പിന്നെ ജോയിൻ ചെയ്ത ആളുകളെ ശരിക്കും ഡെയിലി 1 പ്രാവശ്യം വിളിക്കണം. ഇതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അവരോടൊപ്പം നമ്മൾ ഉണ്ടെന്നും നമ്മൾ പറയുന്ന അവര് കേൾക്കാനും തയ്യാറാവുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും പ്രധാനമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള ട്രെയിനിങ് കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഇൻഡിവിജ്വലായ ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോ പെട്ടെന്നാണ് ജി സാർ ഇന്നലെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എന്റെ പേര് ലബീഷാണ്. മാർക്കറ്റിംഗ് തന്നെയാണ് ഇഷ്ട വിഷയം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൈലേഷനിൽ അവസരം തന്നത് അനീസ് സാറാണ്, അനീസ് സാറും ജിജി സാറും. ഇപ്പോൾ TC റാങ്ക് എത്തിയിട്ടേ ഉള്ളൂ. ശരിക്കും ഇതൊന്നും അല്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നല്ല പ്രോസ്പെക്റ്റും നല്ല ലീഡേഴ്സിനൊക്കെ ശരിക്കും നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളിലേക്ക് ബിസിനസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ തന്നെ സ്വയം മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എത്രയും പെട്ടെന്ന് എല്ലാ ലീഡേഴ്സിനും വിജയിക്കാനും ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 2 വാക്ക് പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ജി സാറിനും, എന്നെ കേട്ടിരുന്ന, പറയുന്നതിൽ എന്തൊക്കെയോ ഫാൾട്ടുകൾ ഉണ്ടാവാം, എന്നാലും എന്നെ കേട്ടിരുന്ന എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.